ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ നല്ല സൂപ്പർ സോഫ്റ്റും നല്ല സൂപ്പർ ടേസ്റ്റിയും 2-3 എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2.5 കപ്പ് മൈദ അളന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കുത്തി നിറച്ച് ഫുള്ളാക്കി എടുക്കാതിരിക്കുക. ഇനിയിപ്പോൾ 2 ടീസ്പൂണോ 2 ടേബിൾ സ്പൂണോ ഒക്കെ പൊടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയോ കുറഞ്ഞെന്ന് വെച്ച് കേക്കിൻ്റെ ടെക്സ്ചറിലൊന്നും ഒരു വ്യത്യാസം വരില്ല, ഫ്ലോപ്പായി പോകുമില്ല. അങ്ങനെ പേടിക്കണ്ട. എങ്കിലും ഒരു ഏകദേശം മെഷർമെൻറ്റ് നമുക്ക് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അളവ് പറയണത്. ഇനി അതിൽ നിന്നും ഇതുപോലൊരു വലിയ സ്പൂൺ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം കുറച്ച് കേക്കിൻ്റെ പൊടി നമ്മളിതിൽ നിന്ന് മാറ്റിയിട്ട് പകരം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ എന്ന് പറയുമ്പോൾ ഈ മൈദപ്പൊടി പോലെയല്ലല്ലോ, ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് പാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിടുക. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അടച്ചു വയ്ക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്നത് കട്ടാകും. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അതിൽ ചെറിയൊരു കട്ട പോലെ ഉണ്ടായി, അപ്പോൾ അത് ഞാനതൊന്ന് എടുത്ത് മാറ്റിയതാണ്. ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ 2 ഭാഗമായിട്ട് ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇനി ആ പൗഡർ ഞാൻ അതോടെ ഒന്ന് തുടച്ച് കളഞ്ഞത്, ഒത്തിരി കോൺഫ്ലവർ ഒന്ന് അങ്ങനെ പാറിപ്പോയി. അപ്പോൾ ഇതുപോലെ ഒരു നല്ല ടൈറ്റായിട്ടുള്ള ഒരു ടിന്നിൽ വേണം ഇതുപോലെ നിങ്ങൾ എടുക്കാനായിട്ട്. കാരണം നമ്മളിത് അരിച്ചെടുക്കണില്ല. അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഇട്ട് കൊടുക്കണമായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഞാൻ തന്നെ ഇതിൽ ഇട്ടിട്ട് പെട്ടെന്ന് ടൈറ്റായില്ല, അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊടി പുറത്തേക്ക് പാറി വന്നു. അങ്ങനെ പാറി പോകാതെ, അതുകൊണ്ടാണ് പറഞ്ഞത് ടൈറ്റായിട്ടുള്ളതിൽ വേണം. നന്നായിട്ട് നമ്മൾ ചേർത്ത എല്ലാ പൗഡറും മിക്സായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ കേക്ക് ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതുപോലെ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ ഓയിൽ മാത്രം സ്പ്രെഡാക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കിത്തിരി മൈദപ്പൊടി കൊണ്ട് ഡസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് കിട്ടാറ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക. നോൺ സ്റ്റിക്ക് പാൻ അല്ലാന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് പൗഡർ വിതറി കൊടുക്കണം കേട്ടോ. ഇനി ഈ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ എഗ് വൈറ്റിലേക്ക് യെല്ലോ കളറ് എഗ് യോക്ക് ഉണ്ടല്ലോ, ഒട്ടും തന്നെ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേസമയം എഗ് യോക്കിലേക്ക് ഇത്തിരി വൈറ്റ് പോർഷൻ മിക്സായി എന്ന് വെച്ച് കുഴപ്പമില്ല. അപ്പോൾ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടാതെ വരും. അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അങ്ങനെ 4 മുട്ടയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ ഇതുപോലെ എളുപ്പം ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് എത്ര മതി. ഈ ഒരു സ്റ്റേജിൽ മാത്രം ഷുഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യമേ തന്നെ പഞ്ചസാര ചേർത്ത് അടിക്കുമ്പോൾ എഗ് വൈറ്റ് അത്രയും അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1.25 കപ്പ് പഞ്ചസാര. അത് പല ഭാഗങ്ങളായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പഞ്ചസാര പൊടിച്ചതോ പൊടിക്കാത്തതോ ആകാം, കുഴപ്പമില്ല. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിതുപോലെ ഇങ്ങനെ എടുത്ത് പൊക്കുന്ന സമയത്ത് താഴോട്ട് വീഴാത്ത രീതിയിലാകുമ്പോൾ അത്രയും നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ കേക്കും റെഡിയായി കിട്ടും. ഇനി അത് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ എഗ് യോക്കിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വാനില എസൻസ്, അതുപോലെ തന്നെ 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ. ഒരു പ്രത്യേക ടേസ്റ്റ് ഫ്ലേവർ എല്ലാം കിട്ടും ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ.
ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇത്ര കട്ട പോലെ കിടക്കും, കുഴപ്പമില്ല. നമ്മളിനി നന്നായിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും. ഇങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനിത് എഗ് വൈറ്റിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഫ്ലഫിനെസ് പോകാതെ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്ന അത്രയും മാത്രം മിക്സ് ചെയ്താൽ മതി. അങ്ങനെ ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് പതപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പതയൊക്കെ അടങ്ങിപ്പോകും. ഇനി നമുക്കിതിൻ്റെ ഈ ബ്ലേഡ് ഒന്ന് അഴിച്ചു മാറ്റാം. ഇനി ബാക്കിയുള്ള മിക്സിങ് എല്ലാം ഒരു തവി വെച്ചിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ കേക്കിൻ്റെ ഈ പൗഡർ ചേർക്കുന്നത് ഒന്നിച്ച് ചേർക്കാതെ പല പല ഭാഗങ്ങളായിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പറ്റുക. ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ അട്രാക്ഷനാണ് ഈ 1/4 കപ്പ് നോർമൽ വാട്ടർ. ഞാനത് ഫോട്ടോ മാത്രമേ എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ. അതിൻ്റെ വീഡിയോ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണാമല്ലോ, ഞാൻ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് വെള്ളം ഇങ്ങനെ കണ്ടില്ലേ, അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കണം. കാരണം വെള്ളം ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് ടൈറ്റായിട്ടായിരിക്കും നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരും. എഗ്ഗിൻ്റെ ഈ ബൗൾ നമ്മൾ എടുത്ത് പൊക്കുന്ന സമയത്ത് ഒട്ടും വെയിറ്റ് ഇല്ലാതെ കിട്ടണം. എങ്കിൽ മാത്രമേ അത്രയും പെർഫെക്റ്റായിട്ട് നമ്മുടെ കേക്കും റെഡിയായി വരുള്ളൂ കേട്ടോ. ഇപ്പോൾ എല്ലാം നന്നായി പെർഫെക്റ്റായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഞാൻ കേക്ക് ടിന്നിൽ കുറച്ചൊന്ന് മൈദപ്പൊടി കൂടി ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒരുപാട് തിക്കായി പോകരുത്, എന്നാൽ ഒരുപാട് ലൂസായി പോകരുത്. ആ തിക്കായി വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മളൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് റെഡിയാക്കിയത്. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും കേക്ക് ബാറ്ററിലേക്ക് വെള്ളം ഒഴിച്ചാൽ ശരിയാകുമെന്ന്. പെർഫെക്റ്റായിട്ട് കിട്ടും. ധൈര്യമായിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുത്തോ. ഞാൻ ഈ പറയുന്ന ആ ഒരു സ്റ്റെപ്പിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊട്ടും തന്നെ കളയാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൻ്റെ സൈഡിലൊക്കെ മാവ് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റണം. അല്ലെങ്കിൽ ഗ്രില്ലായിട്ട് ബേക്കായിട്ട് വരണ ടൈമിൽ അതിങ്ങനെ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഈ സമയത്ത് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ. പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച് ഓവനിലേക്കാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത്. കേക്ക് ടിൻ വെച്ച് കൊടുക്കുമ്പോൾ ഏറ്റവും താഴെ മാത്രം വെച്ച് കൊടുത്താൽ മതി. മുകളിലെയും താഴെയും ഗ്രില്ല് ഓണായിട്ടിരിക്കണം. പക്ഷേ താഴത്തെ തട്ടിൽ വെച്ച് കൊടുക്കുക. ഒരുപാട് ടോപ്പിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് കുക്കാകില്ല, പക്ഷേ മുകൾ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി 180-ൽ 35 മിനിറ്റ്സ് മതി. അതിപ്പോൾ എൻ്റെ ഓവനിൽ. പിന്നെ ഓരോരുത്തരുടെ ഓവനിൽ ചൂടിനൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ, ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ കേക്ക് ഇതുപോലെ മുകൾ ഭാഗം നല്ല സെറ്റായി റെഡിയായി വന്ന സമയത്ത് ഞാൻ കുറച്ച് ബട്ടർ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. അപ്പോൾ ഒരു കയ്യിൽ ക്യാമറയൊക്കെ പിടിച്ചിട്ടാണല്ലോ ഞാനിത് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഓവൻ പെട്ടെന്ന് തുറക്കലും ചൂടും ഒക്കെ ആയിട്ട് അപ്പോൾ അതങ്ങനെ ഒരുപാട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അങ്ങനെ കേക്കൊക്കെ റെഡിയായി 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ ഡിമോൾഡ് ചെയ്തെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല സ്പോഞ്ചി കേക്കാണ്. കസ്റ്റാർഡ് പൗഡർ ചേർത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് കുറച്ച് ബട്ടറൊക്കെ ചേർക്കുമ്പോൾ ഒരു ഗ്ലേസിങ്ങും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അതും കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പാക്കൊരു പീസ് കൊടുത്തപ്പോൾ അത് ഹാഫ് പോർഷനാക്കിയിട്ട് ഒന്നും കൂടി കട്ട് ചെയ്യാണ്. കഴിച്ച് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യണം. ഈ കേക്ക് നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തോ ഒരു പഞ്ഞിക്കെട്ടൊക്കെ എടുത്ത് പൊക്കണം. അത്രയും ലോ വെയിറ്റാണ് കേട്ടോ. അത്രയും ടേസ്റ്റിയുമാണ്. അപ്പോൾ എനിക്കും തന്ന ചെറിയൊരു പീസ്. ടെക്സ്ചറും എൻ്റെ കണ്ടില്ലേ, എന്ത് സോഫ്റ്റാ, എന്ത് ടേസ്റ്റാണെന്നറിയോ.
പുറത്തുനിന്നൊന്നും സത്യം പറഞ്ഞാൽ കേക്കൊന്നും വാങ്ങി നമ്മൾ ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഇൻട്രസ്റ്റും ഒക്കെ ഉള്ളവർക്ക് ഇതുപോലെ വീട്ടിലെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ കമൻസ് പറയണത്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ കേക്ക് ഞാനിത് മോൻ്റെ അടുത്തേക്ക് പോകാൻ നേരത്ത് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തത്. ഈ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം 2 ദിവസത്തിനൊക്കെ ശേഷം കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതായത് കേക്ക് കഴിയാറാവുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടി വരുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കമൻറ്റ് ബോക്സിലേക്ക് വരിക, കമൻസ് അറിയിക്കുക. താങ്ക് യു.